കോഴിക്കോട് നിന്ന് കാണാതായ ഹേമചന്ദ്രനെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹത്തിൽ ഗുരുതരമായ പരിക്കുകളാണ് കണ്ടെത്തിയത്. മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി CK വിജയൻ ചേരുന്നുണ്ട്. വിജയൻ, ഇന്നലെ നമ്മൾ കണ്ടതാണ് മൃതശരീരമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ? പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർത്തിയായി. മൃതദേഹം രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഇനി ഇതിന്റെ DNA പരിശോധന ഫലം വന്നതിന് ശേഷം അവരുടെ ബന്ധുക്കൾക്ക് അത് കൈമാറും. ഈ DNA പരിശോധനാ ഫലം മാച്ച് ചെയ്യുന്നതാണെങ്കിൽ അത് ബന്ധുക്കൾക്ക് കൈമാറും. ഇതാണ് ഇനി മൃതദേഹവുമായി ബന്ധപ്പെട്ട നടപടി. പക്ഷേ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇനിയും കിടക്കുന്നു. കാരണം നൌഷാദ് എന്ന് പറയുന്ന മുഖ്യപ്രതി, അതായത് ഇപ്പോൾ രണ്ട് പ്രതികളാണ്. ഇപ്പോൾ ജ്യോതിഷ് കുമാറും അജേഷുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അതിനു പുറമെ ഇനിയൊരു നൌഷാദ് എന്ന് പറയുന്ന ഒരു മുഖ്യപ്രതിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു സ്ത്രീ വഴിയാണ് ഇയാളെ വിളിച്ച് ക്വാർട്ടേഴ്സിൽ നിന്നും ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഇതിനകത്ത് പങ്കാളികളാണോ എന്നും, അല്ലെങ്കിൽ അതല്ല അവർ പോലീസിനോട് തെറ്റ് പറഞ്ഞ് അവർ മാപ്പുസാക്ഷിയാകാനുള്ള ശ്രമമാണോ എന്നുള്ള കാര്യം നമുക്കറിയാനുണ്ട്. അപ്പോൾ മിക്കവാറും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി പ്രതികളുണ്ടോ എന്ന കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇടപാടുകളെല്ലാം തന്നെ, സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ വളരെ ദുരൂഹമായാണ് ഇപ്പോഴും പോലീസ് കരുതുന്നത്. ഏതാണ്ട് 20 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ ചുരുങ്ങിയ കാലയളവിനിടയിൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചിട്ടി കമ്പനിയുണ്ട്, അതോടൊപ്പം തന്നെ പണം കടം കൊടുക്കുന്ന പരിപാടിയുണ്ട്, അതോടൊപ്പം തന്നെ റെന്റ് കാർ സംവിധാനങ്ങളുണ്ട്. ഇത്തരത്തിലെല്ലാം തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള തർക്കമാണ് ഈ ഒരു കൊലയ്ക്ക് പിന്നിലുള്ള കാരണം എന്നുള്ളതൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇദ്ദേഹം സാമ്പത്തികമായി പല ഇടപാടുകളും പലരുമായിട്ടും നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു തിരോധാനം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ തന്നെ അങ്ങനെയായിരുന്നു സംശയിച്ചിരുന്നത്. പിന്നീടാണ് ഈ ഒരു ഡെഡ് ബോഡി കണ്ടെത്തുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ശരീരത്തിൽ ധാരാളം പരിക്കുകളുണ്ട് എന്ന കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ വിവരം വന്നിട്ടുള്ളത്. മുഖ്യപ്രതി വിദേശത്താണ് എന്നുള്ളതാണ് CK വിജയൻ നൽകുന്ന വിവരം.